ശിംശോൻ ഇസ്രായേലിന്റെ ന്യായാധിപനായി. ദൈവം അവനെ ഉപയോഗിച്ച് ശത്രുക്കളെ തോൽപ്പിച്ചു. ഒരു ദിവസം ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 ഫിലിസ്ത്യരെ അവൻ വീഴ്ത്തി. ജനങ്ങൾ വിസ്മയിച്ചു, ശത്രുക്കൾ ഭയപ്പെട്ടു. പക്ഷേ ശിംശോന്റെ ഏറ്റവും വലിയ ശത്രു വാളോ സൈന്യമോ അല്ലായിരുന്നു. അത് അവന്റെ ഹൃദയത്തിലെ ദൗർബല്യമായിരുന്നു. ഫിലിസ്ത്യർ ഒരു സ്ത്രീയെ അയച്ചു, ദലീല. അവളുടെ സൗന്ദര്യം ശിംശോന്റെ മനസ്സ് കീഴടക്കി. അവൾ ചോദിച്ചു, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? പലവട്ടം അവൻ കള്ളം പറഞ്ഞു. പക്ഷേ ഒടുവിൽ അവൻ സത്യം പറഞ്ഞു, എന്റെ മുടി, അത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണ്. അവൻ ഉറങ്ങുമ്പോൾ അവൾ അവന്റെ മുടി മുറിച്ചു. ആ നിമിഷം ദൈവത്തിന്റെ ശക്തി അവനെ വിട്ടുപോയി. ഫിലിസ്ത്യർ അവനെ പിടിച്ചു, അവന്റെ കണ്ണുകൾ കുത്തിപ്പറിച്ചു. ചങ്ങലയിൽ കെട്ടി ഒരു കളിപ്പാട്ടം പോലെ അവനെ പ്രദർശിപ്പിച്ചു. പക്ഷേ ജയിലിൽ അവന്റെ മുടി വീണ്ടും വളർന്നു. അവന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉയർന്നു. ഒരു വലിയ ആഘോഷ ദിവസം അവനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. ആയിരങ്ങൾ അവനെ കണ്ടു പരിഹസിച്ചു. ശിംശോൻ മൗനമായി പറഞ്ഞു, കർത്താവേ, ഒരിക്കൽ കൂടി എനിക്ക് ശക്തി തരണമേ. കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു. അവൻ തൂണുകൾ പിടിച്ചു, ശക്തിയായി തള്ളി. ക്ഷേത്രം തകർന്നു വീണു. അവനും അവന്റെ ശത്രുക്കളും അവിടെ തന്നെ വീണു മരിച്ചു. ശിംശോന്റെ ജീവിതം നമ്മോട് പറയുന്നത്, വീഴ്ചയുണ്ടായാലും പശ്ചാത്താപമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി വീണ്ടും പ്രവർത്തിക്കും. ഇത് ശിംശോന്റെ കഥ മാത്രമല്ല, ഇത് നമ്മുടെ കഥയുമാണ്. ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വീഴ്ച പോലും അവന്റെ മഹത്വത്തിനായി മാറും.